നമ്മളെല്ലാവരും ആൾറെഡി അറിഞ്ഞ കാര്യമാണ് ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളൊക്കെ തന്നെ. സോ അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടി ഒരു അനുഗ്രഹം ആകുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മെസ്സിയുടെ അർജന്റീനയുടെയും കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് പലതരം അഭിപ്രായങ്ങളും അനിശ്ചിതത്വങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയൊന്നുമല്ല ഇവിടെ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്. പകരം അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാകുമെന്നുള്ളതിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. സോ അദ്ദേഹം വരുമ്പോൾ മത്സരങ്ങൾ കളിക്കുന്നതിന് വേണ്ടി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സ്റ്റേഡിയം വിട്ടുകൊടുക്കില്ല എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മത്സരം കൊച്ചിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഫിഫ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ജെഎൽഎൻ സ്റ്റേഡിയത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ നിർബന്ധിതരാകേണ്ടി വരും. ജെഎൽഎൻ സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാലോ, വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സ്റ്റേഡിയത്തിന്റെ സെക്യൂരിറ്റി കൺസേണും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ക്ലബ് ലൈസൻസ് ഒക്കെ ഇപ്പോൾ ഫെയിൽ ആയത്. നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യം അറിഞ്ഞതാണ്, ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ മെസ്സി വന്ന് പന്ത് തട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഫിഫ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തിയെടുക്കേണ്ടതായിട്ട് വരും. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തു തന്നെ ആയാലും മെസ്സി കേരളത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ അർജന്റീന ടീം കേരളത്തിൽ വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സോ ഗൈസ്, നമ്മുടെ ഒരു ചാനൽ 10K എന്ന ഫാമിലി അത്തഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.